മനുഷ്യ എവിടെ പോയി കൊടുക്കണോ? 24 ആന ഉണ്ടായിരുന്നു അവിടെ. എന്താ കാര്യം? വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ലല്ലോ. വെടി ഞാനിപ്പോ പൊട്ടിച്ചു തരാടോ. അത് മാത്രം ഒരു കുറവുണ്ടായിരുന്നു അവിടെ, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ശരിയാ. ഓ സൊറ പറഞ്ഞിരിക്കാൻ കണ്ടൊരു സമയം. തന്റെ ഭാര്യ കൽപ്പനോ? നിങ്ങൾ അവിടുന്ന് എപ്പ പോന്നതാ മനുഷ്യ? എന്താ നിങ്ങൾക്ക് മിണ്ടാട്ട മുട്ടിയാ? നിങ്ങളെ ഞാൻ അന്ന് ശരിയാക്കി തരാം. അയ്യോ, നിങ്ങളെ വെട്ടും തടി എടുത്തിട്ടൊന്നും കാര്യമില്ല. അല്ലടി, ഞാനേ കൊറേ അന്വേഷിച്ച് നടന്നു. എന്നിട്ട് ക്ഷീണിച്ചപ്പോ ഒന്നും കൂടി ഇരുന്നതാ. അപ്പഴാ ഇവര് വന്നത്. അല്ല മോള്, എന്താ പ്രശ്നം? എന്റെ ചേട്ടാ, വീട്ടില് 2 ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നതാ. ഒരു കുറ്റി ഗ്യാസ് തീർന്നു. കുറ്റി ഗ്യാസുകളല്ലേ, അത് എടുത്തു വെച്ച പോരെ. അത് മതിയാർന്നു ചേട്ടാ. മറ്റേ കുറ്റി ഗ്യാസേ ഇങ്ങോരോട് എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോ ഇങ്ങോര് പറയാ ആ ഗ്യാസും കുറ്റിയെ പെങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തുന്ന്. അല്ലടാ, ഗ്യാസ് തീരുന്നു നിനക്ക് അറിയാറില്ലേ? അറിയായിരുന്നു. എന്തിനാണ് ആ ഗ്യാസും കുറ്റി പെങ്ങൾക്ക് എടുത്ത് കൊടുത്തത്? വേണുവിനെ അറിയാലോ, ഞങ്ങളുടെ വീട്ടിലേക്ക് നടവഴി മാത്രമേ ഉള്ളൂന്ന്. ഒരു സ്കൂട്ടർ പോലും കൊണ്ടുവരാൻ പറ്റില്ല. ആ അതറിയാലോ. അത് ഇതും തമ്മിൽ എന്താ ബന്ധം? ആ തെക്കേലെ കുമാരനോടെ ഒരു 2.5 സെന്റ് സ്ഥലം നീട്ടത്തിൽ ചോദിച്ചപ്പോഴേ 5 ലക്ഷം വേണമെന്ന് പറയണേ. അത് ഇത്തിരി കൂടുതലായിരുന്നു. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാ, ആവശ്യം ഒഴിച്ച് കാശ് കൂടും. പറഞ്ഞത് ശരിയാ. ഇവളാണെങ്കിലേ ഇവളുടെ ഒരു തരി സ്വർണം എന്നെ കൊണ്ട് തൊടിക്കില്ല. ഈ പറയണ കേട്ടാ തോന്നേ ഞാനൊരു സ്വർണം കൊടുത്തിട്ടില്ല ഇയാൾക്ക്. പണയം വെച്ചിട്ടേ ദേ ഈ നൂല് മാത്രമുള്ളപ്പോ കഴുത്തില്ലേ. ആ എന്ത് പ്രശ്നം വന്നാലും ഈ മാല കഴുത്തിൽ നൂരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ നീ വഴിക്കുള്ള സ്ഥലം മേടിച്ചോളൂ, അതെവിടുന്ന കാശുണ്ടായി? എന്റെ പെങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോഴേ അപ്പ തന്നെ 5 ലക്ഷത്തിന്റെ സ്വർണം എന്റെ കയ്യിലെടുത്തു തന്നു. ആ അതെ, അളിയൻ വരുമ്പോഴേക്കും സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ചിട്ട് ആ സ്വർണം എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചിരുന്നേ. യുദ്ധം കാരണം അളിയൻ പെട്ടെന്നാ വന്നു. ആധാരം ബാങ്കിൽ പണയം വെച്ചാലും 2-3 മാസം പിടിക്കും പൈസ കിട്ടാനായിട്ട്. ബാങ്കിന്റെ കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. 2 മാസം 3-4 മാസമൊക്കെ ആവും. ചെലപ്പോ കിട്ടിയില്ലാന്നും വരും. ഒന്നും പറയണ്ട, പെങ്ങള് ഭയങ്കര കരച്ചിലും ബഹളായിരുന്നു. കരഞ്ഞ ബാങ്കിൽ നിന്ന് പൈസ കിട്ടുമോ? നീ ഒന്നും മിണ്ടാണ്ടെന്നേ. ഓ ഇന്നലെ പെങ്ങള് രാത്രി വിളിച്ചിട്ട് പറയാ, തന്ന സ്വർണ്ണല്ലേ അതിന് പകരം ഗ്യാസ് കൊടുത്താ മതിയെന്ന്. ആ കാലമാടാ. അയ്യോ എന്റെ ഗ്യാസ് പോയല്ലോ. 5 ലക്ഷം രൂപ പോയിട്ടു 1 കോടി രൂപ കൊടുത്താ പോലും ഗ്യാസ് കിട്ടില്ല. എന്റെ ഭഗവാനെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എവിടെഞ്ഞുണ്ടല്ലോ. അയ്യോ, നമുക്ക് എന്തെങ്കിലും വേറെ വഴി നോക്കാടി. എന്ത് വഴി ഉണ്ടാവാനാടോ? ആ താനേ 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ച വഴിയില്ലേ, ആ ഭക്ഷണത്തിന് പകരേ ആ വഴിയിലുള്ള പുല്ലൊക്കെ കടിച്ചു തിന്നോ. പോരാത്തന്നെ അവിടുത്തെ മണ്ണൊക്കെ ഇല്ലേ, അതൊക്കെ നക്കി തിന്നോ. അതാ നല്ലത്. നാശം പഠിക്കാം മോഡൽ. എന്റെ ഗ്യാസ്